നമശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് തന്ന നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിർബന്ധമായി എഴുതണം. ഓക്കെ, ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ നോട്ട്ബുക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. നോട്ട്ബുക്കിൻ്റെ മാർക്ക് ഉണ്ടെന്ന് അറിയാലോ. പിന്നെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പുതിയ ലെസനാണ്. മക്കളുടെ ലെസൺ നമ്പർ 16, പേജ് നമ്പർ 118 ലെസൺ നമ്പർ 16 ബൂഢി അമ്മ. ഓക്കെ, ബൂഢി അമ്മ. ബൂഢി അമ്മ എന്ന് വെച്ചാൽ പ്രായമായ അല്ലെങ്കിൽ വയസ്സായ അമ്മ. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്റ്റോറിയാണ്. ഇതിൽ നമ്മൾ എപ്രകാരമാണ് മുതിർന്നവരോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, അതേപോലെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, അതിനെപ്പറ്റിയൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്, അല്ലേ? ജനിച്ച ഉടനെ തന്നെ നമ്മൾ ആദ്യമായി കാണുന്നതും അമ്മയെ തന്നെയാണ്. സോ നമ്മുടെ ആദ്യത്തെ പാഠശാല അല്ലെങ്കിൽ സ്കൂള് എന്ന് പറയുന്നത് നമ്മളെ വീടാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവരവരുടെ വീടുകളിൽ നിന്നാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റ ശൈലി അല്ലെങ്കിൽ വ്യവഹാരമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്, അല്ലേ? നമ്മുടെ ജനിച്ച് വളർന്ന ചുറ്റുപാടും നമ്മുടെ മാതാപിതാക്കളും നമ്മളെ ഒരുപാട് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. സോ ഈ ലെസണിലൂടെ ബൂഢി അമ്മ, ഈ ലെസണിലൂടെ നിങ്ങൾക്ക് എന്താണ് സന്ദേശം കിട്ടുന്നത് എന്ന് നോക്കാം. എല്ലാവരും പേജ് നമ്പർ 118 എടുക്കുക. ലെസൺ നമ്പർ 16 ബൂഢി അമ്മ. ശ്രദ്ധിച്ച് കേൾക്കുക. चिंतन मनन. माँ प्रथम गुरु है तो घर पहली पाठशाला होती है. व्यक्ति की नींव के रूप में घर में संस्कार के बीज बोए जाते हैं. आगे चलकर वही संस्कार सही दिशा में जाने पर एक अच्छे नागरिक का निर्माण करते हैं. माँ प्रथम गुरु है तो घर पहली पाठशाला होती है. അമ്മ ആദ്യത്തെ ഗുരുവാണെങ്കിൽ നമ്മുടെ വീടാണ് നമ്മുടെ ആദ്യത്തെ പാഠശാല അല്ലെങ്കിൽ സ്കൂള്, അല്ലേ? വ്യക്തി की नींव के रूप में घर में संस्कार के बीज बोए जाते हैं. ഓരോ വ്യക്തിയുടെയും നീവ് കെ രൂപമേ, നീവ് എന്ന് പറഞ്ഞാൽ അടിത്തറ, അല്ലേ? അടിത്തറ ശരിയാണെങ്കിൽ മാത്രമേ ബാക്കി ബിൽഡിങ്ങിന് എന്താണ് ആ ശക്തി കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ അടിത്തറ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും വളരുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു സംസ്കാരം, നല്ല സംസ്കാരം, അതാണ് നമ്മൾ ഓരോ വ്യക്തികളെയും നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിത്ത് പാകുന്നത് നമ്മുടെ വീടുകളിലാണ്, അല്ലേ? അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവം അത് മക്കളിലും പ്രതിഫലിച്ച് കാണിക്കും. അപ്പോൾ അങ്ങനെ നല്ല സംസ്കാരത്തോടു കൂടിയുള്ള പാരൻസ് ആണെങ്കിൽ കുട്ടികൾക്കും നല്ല സംസ്കാരം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്, വ്യക്തിത്വ വികസനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളാണ്. ആകെ ചൽക്കർ വഹി സംസ്കാർ സഹി ദിശാ മേ ജാനെ പർ ഏക് അച്ഛേ നാഗരിക കാ നിർമ്മാൺ കർത്തേ ഹെ. അപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ആ ദിശയിൽ, അച്ഛനമ്മമാർ ചൂണ്ടിക്കാണിച്ച ആ ദിശയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നല്ല വഴിയിലേക്ക്, നേർവഴിയിലേക്ക് പോവുകയാണെങ്കിൽ, ആ പാതി വഴിയിൽ വെച്ച് ആ ഒരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാതെ നേർവഴിയിൽ നടക്കുകയാണെങ്കിൽ നല്ല ഒരു വ്യക്തിയായി വളരും, അല്ലേ? അപ്പോൾ ഈ കഥയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. अरे ओ बीनू, उधर कहाँ जा रहा है? इधर आ, वरना उस झोंपड़ी में एक बुढ़िया डायन रहती है, वो तुझे खा जाएगी. चल जल्दी भाग कर इधर आ,
नहीं तो वो तुझे झोंपड़ी के भीतर खींच कर ले जाएगी. ഇവിടെ ആരുടെയോ സംസാരമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കേൾക്കുന്നത് അല്ലേ. അരേ ഓ ബീനു, അരേ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ എടാ എടി എന്നൊക്കെ വിളിക്കുന്നില്ലേ, അതാണ് അരേ ഓ എന്ന് പറയാണ്. അരേ ഓ ബീനു, ബീനു എന്നുള്ള ഒരു കുട്ടിയെ സംബോധന ചെയ്തുകൊണ്ട് ആ കുട്ടിയെ വിളിക്കുകയാണ്. ഉദർ കഹാൻ ജാ രഹാ ഹേ, നീ അവിടെ എവിടെയാ പോകുന്നത് എന്നാണ് ബീനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഉദർ കഹാൻ ജാ രഹാ ഹേ, ഇധർ ആ, ഇവിടെ വാ, അങ്ങോട്ട് പോവരുത്, ഇവിടെ വാ എന്ന് ബീനുവിനെ വിളിക്കുകയാണ് മറ്റു കുട്ടികൾ. അരേ ബീനു ഉധർ കഹാൻ ജാ രഹാ ഹേ, ബീനു നീ എവിടെയാണ് പോകുന്നത്. ഇധറാ വർണ്ണ, അതർവൈസ്, വർണ്ണ എന്ന് പറഞ്ഞാൽ അതർവൈസ്, ഇവിടെ വന്നില്ലെങ്കിൽ, ഇധറാ ഇവിടെ വാ. വർണ്ണ ഉസ് ഝോമ്പടിമേക്ക് ബുഢിയ ഡായൻ റഹത്തി ഹേ, നീ ആ കുടിലിൻ്റെ ഭാഗത്തേക്ക് പോവരുത്. ഒരു കുടിലുണ്ട് അവിടെ, കുട്ടികൾ കളിക്കുന്ന മൈതാനത്തിൻ്റെ അടുത്ത് ഒരു കുടിലുണ്ട്. അപ്പോൾ ആ കുട്ടി ആ കുടിലിൻ്റെ നേർക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവനെ മറ്റുള്ള കുട്ടികൾ പിന്നിൽ നിന്നും വിളിക്കുന്നത്. വർണ്ണ ഉസ് ഝോമ്പടിമേക്ക് ബുഢിയ ഡായൻ റഹത്തി ഹേ, നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഝോമ്പടിയിൽ, ആ ഹട്ടിൽ എന്തുണ്ട്, ഏക്ക് ബുഢിയ, ഒരു വയസ്സായ സ്ത്രീ ഉണ്ട്. ഡയൻ, അവരെ വിളിക്കുന്നത് ഡയൻ എന്നാണ്. ഡയൻ എന്ന് പറഞ്ഞാൽ വിച്ച് അല്ലെങ്കിൽ ബെൽഡാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക, മന്ത്രവാദിനി, യക്ഷി എന്നൊക്കെ പറയില്ലേ, അതേപോലെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ഛോട്ടെ ബച്ചോं को डराने के लिए रखा नाम എന്ന് പറയും. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പേരാണ് ഡയൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൃദ്ധയായ ഒരു ഡയൺ അവിടെ താമസിക്കുന്നുണ്ട്, ഒരു മന്ത്രവാദിനി താമസിക്കുന്നുണ്ട് ആ റൂമിൽ, ആ വീട്ടിൽ, ആ കുടിലിൽ. അതുകൊണ്ട് അങ്ങോട്ട് പോണ്ടെന്നാണ് കുട്ടികൾ ബീനുവിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. ഝോമ്പടിമേ ഏക്ക് ബുഢിയ ഡയൻ റഹത്തി ഹേ, ആ കാണുന്ന കുടിലിൻ്റെ ഉള്ളിൽ ഒരു മന്ത്രവാദിനി അമ്മൂമ്മ താമസിക്കുന്നുണ്ട്. വോ തുജെ ഖാ ജായേഗി, ആ രാക്ഷസി നിന്നെ തിന്നുകളയും. ചൽ ജൽദി ഭാഗ് കർ ഇധറ, അതുകൊണ്ട് തന്നെ വാ, ഓടി ഇങ്ങോട്ട് വാ, നീ അങ്ങോട്ട് പോവരുത്. നഹീ തോ വോ തുജെ ഝോമ്പടി കെ ഭീതർ ഖീഞ്ച് കർ ലേ ജായേഗി, നീ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, വോ തുജെ, അവർ നിന്നെ ഝോമ്പടി കെ ഭീതർ, ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് ഖീഞ്ച് കർ ലേ ജായേഗി, നിന്നെ വലിച്ചു കൊണ്ടുപോയി കളയും അല്ലേ, പിന്നെ നിനക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നാണ് മറ്റു കുട്ടികൾ ആരോട് പറയുന്നത്, ബീനുവിനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബീനു എന്ന കുട്ടി കളിക്കുന്ന സമയത്ത് അവൻ്റെ ബോള് അവിടെ നിന്ന് കളിയിൽ തെറിച്ച് ആ കുടിലിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ബീനു കുടിലിൻ്റെ നേരെ ആ ബോൾ എടുക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് മറ്റ് കുട്ടികൾ അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മന്ത്രവാദിനിയിലെ ഒരു രാക്ഷസി അമ്മൂമ്മ താമസിക്കുന്ന കുടിലാണത്, അങ്ങോട്ട് പോവരുത്, അവിടെ പോയി കഴിഞ്ഞാൽ അവർ നിന്നെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തിന്നുകളയും എന്നാണ് മറ്റുള്ള കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആ നാട്ടിലെ എല്ലാവരും അങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടിലിൻ്റെ നേർക്ക് ആരും പോവാറില്ല. ഓക്കെ, സോ ബീനു, അപ്പോൾ ബീനു പറയാണ്, നെഹി മേരി ബോൾ ഝോമ്പടി കെ അന്തർ ചലി ഗയി, ഇല്ല ഇല്ല, എൻ്റെ ബോള് ആ കുടിലിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. അവൻ കണ്ടു അവൻ്റെ ബോള് മറ്റുള്ള കുട്ടികൾ അടിക്കുന്ന സമയത്ത്, കളിക്കുന്ന സമയത്ത് ആ ബോള് കുടിലിൻ്റെ ഉള്ളിലേക്ക് തെറിച്ചു പോയി. അപ്പോൾ അവൻ പറയാണ്, നെഹി മേരി ബോൾ ഝോമ്പടി കെ അന്തർ ചലി ഗയി, എൻ്റെ ബോള് ആ കുടിലിൻ്റെ ഉള്ളിലാണുള്ളത്. മാ മുജെ ഡാണ്ടേകി, അമ്മ എന്നെ വഴക്ക് പറയും, ബോളില്ലാതെ വീട്ടിൽ ചെന്നാൽ അമ്മ എന്നെ വഴക്ക് പറയും. മേ ബോൾ ലേനെ ജാ രഹാ ഹൂँ, അതുകൊണ്ട് തന്നെ ഞാൻ ആ ബോൾ എടുക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികൾ ന ജാ സാരേ ബच्चे ഏക് സാത്ത് ചില്ലാവുടെ, എല്ലാ കുട്ടികളും അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന എല്ലാ കുട്ടികളും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയാണ്, പോവല്ലേ പോവല്ലേ, പോവരുത് പോവരുത് എന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു. गांव में मैदान वाले किनारे पर जहां बच्चे क्रिकेट, फुटबॉल, कबड्डी, खो खो इत्यादि खेल खेलते थे, वहीं कुछ दूर किनारे पर एक झोंपड़ी थी.
जिसमें एक वृद्धा औरत रहती थी। गांव का कोई भी व्यक्ति उस झोंपड़ी के पास नहीं जाता था। बच्चे भी अक्सर मनगढ़ंत कहानियाँ गढ़ते और बातें बनाते रहते थे। उस झोंपड़ी में एक बुढ़िया डायन रहती है। बच्चे कभी भी उस झोंपड़ी के इर्द गिर्द नहीं जाते। संयोग बस आज बीनू की लाल बूढ़ी अम्मा की उस झोंपड़ी में चली संयोग बीनू की बाल बूढ़ी अम्मा की उस झोंपड़ी में चली गई थी। बीनू 10 वर्ष का लड़का था। वह अपने माता पिता की इकलौती संतान था। अक्सर खिलौने बीनू ही लाता और सारे बच्चे साथ में खेलते। बीनू डांट खाने के भय से हिम्मत जुटाकर झोंपड़ी की ओर बढ़ रहा था। सारे बच्चे उसे झोंपड़ी के भीतर जाने से मना कर रहे थे, किंतु बीनू को किसी भी हालत में वो बॉल चाहिए था। अतः उसने झोंपड़ी के भीतर प्रवेश किया। भीतर झोंपड़ी में एक पुरानी चारपाई पड़ी हुई थी। उस पर फटी पुरानी एक गुदड़ी बिछी हुई थी। बूढ़ी अम्मा आंखें मूंदकर उस पर लेटी हुई थी। आहट हुई तो आंखें खोलकर देखी तो सामने बीनू खड़ा था। बूढ़ी अम्मा के दोनों आंखों की कोरों से अश्रु प्रवाहित हो रहे थे। उसने एक चादर ओट रही थी। അപ്പോൾ പാരഗ്രാഫിൻ്റെ ഒന്നുകൂടെ ആദ്യം മുതൽ നോക്കുക. ഗാവ് മേ മൈതാൻ വാലെ കിനാരെ പർ, ആ ഗ്രാമത്തിൽ ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്, മൈതാൻ. ഓക്കെ, ആ മൈതാനത്തിൻ്റെ ഒരു കോർണറിൽ, മൈതാനത്തിൻ്റെ അപ്പുറത്തായിട്ട് मैदान वाले किनारे पर जहाँ बच्चे क्रिकेट, फुटबॉल, കബഡി, ഖോഖോ ഇത്യാദി ഖേൽ ഖേൽത്തെ തെ. അവിടെയാണ് കുട്ടികൾ എന്തൊക്കെ കളിക്കുന്നത്? ആ മൈതാനത്തിലാണ് ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി, ഖോഖോ ഇതൊക്കെ കളിക്കുന്ന ഒരു മൈതാനമാണ്. ആ മൈതാനത്തിൻ്റെ വഹി കുച്ച് ദൂർ കിനാരെ പർ, അവിടെ നിന്ന് കുറച്ച് ദൂരെ ഒരു കോർണറിലായിട്ട്, കിനാര എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ, ഏക്ക് ഝോമ്പടി തി, ഒരു കുടിലുണ്ട്. ഝോമ്പടി മീൻസ് ഹട്ട്. ജിസ്മേക്ക് വൃദ്ധ ഔറത്ത് റഹത്തി തി, അതിൻ്റെ ഉള്ളിൽ, ആ കുടിലിലാണ് ഒരു വയസ്സായ സ്ത്രീ താമസിക്കുന്നത്. ഗാവ് കാ കോയി ഭി വ്യക്തി ഉസ് ഝോമ്പടി കെ പാസ് നഹി ജാതാ ഥ, ആ ഗ്രാമത്തിലെ ആരും തന്നെ ആ കുടിലിൻ്റെ അടുത്തേക്ക് സാധാരണ പോകാറില്ല. बच्चे भी अक्सर मनगढ़ंत कहानियाँ गढ़ते और बातें बनाते रहते. കുട്ടികളും ആരും പോവില്ല, കാരണം മുതിർന്നവർ അറിഞ്ഞ് അവരും പോവാറില്ല ഭയം കൊണ്ട്. അതുകൂടാതെ അവരെന്ത് ചെയ്യും? ബച്ചേ ഭി അക്സർ, അക്സർ മീൻസ് മിക്കവാറും എന്നുള്ള, ഓഫൺ എന്നുള്ള അർത്ഥമാണ്. ബച്ചേ ഭി അക്സർ മൻഗഢന്ത്, മൻഗഢന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉണ്ടാക്കിയ കഥകൾ അല്ലേ, അവർ സ്വയം നിർമ്മിച്ച കഥകൾ. അങ്ങനെ ആരെങ്കിലും ഒരു ചെറിയൊരു അംശം കൊടുത്താൽ മതി, അതിനെക്കൊണ്ട് വലിയ കഥയുണ്ടാക്കും. അതേപോലെ കുട്ടികൾ മനസ്സുകൊണ്ട് അവർ തന്നെ സ്വയം നിർമ്മിച്ച കഥകൾ ഇങ്ങനെ പറഞ്ഞും കൊണ്ട്, മൻഗഢന്ത് കഹാനിയാ ഗിഡ്ത്തെ, അവരിങ്ങനെ ആ കഥകൾ പരസ്പരം പറയും, ഇല്ലാ കഥകളിങ്ങനെ ഉണ്ടാക്കി പറയും. അവർ ബാത്തേം ബനാത്തേ രത്തെ, ബാത്തേം ബനാന എന്ന് പറഞ്ഞാൽ അതിനെ വലിയതാക്കുക, ചെറിയ എന്താ പറയുക, ഈ സംഭവിക്കാത്ത കാര്യങ്ങളെ ഇങ്ങനെ വർണ്ണിച്ച് കേൾപ്പിക്കുക. അപ്പോൾ ബാത്തേം ബനാത്തേ രത്തെ, ഇല്ലാത്ത കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക. ഉസ് ജോമ്പടി മേ ഏക് ബുഢിയ ഡാൻ റഹത്തി ഹേ, അവർ ഉണ്ടാക്കുന്ന കഥയാണ് ആ ജോമ്പടിയിൽ ഒരു പ്രായമായ ഒരു മന്ത്രവാദിനി അല്ലെങ്കിൽ ഒരു രാക്ഷസി അമ്മൂമ്മ താമസിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെയോ ബച്ചേ കഭി ഭി ഉസ് ഝോമ്പടി കെ ഇർദ് ഗിർദ് നഹി ജാത്തെ, കുട്ടികൾ പേടിച്ചിട്ട് സാധാരണ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടായിരിക്കും അവരും പറയുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികൾ ആരും തന്നെ പേടിച്ചിട്ട് ആ കുടിലിൻ്റെ സമീപത്തോട്ട് പോവാറില്ല. ഇർദ് ഗിർദ് എന്ന് പറഞ്ഞാൽ നിയർ ബൈ എന്നുള്ള അർത്ഥമാണ്. നഹി ജാത്തെ
संयोग बस आज बीनू की बॉल बूढ़ी अम्मा की उस झोंपड़ी में चली गई थी. അപ്പോൾ ഇന്നെന്താ സംഭവിച്ചത്? അറിയാതെ ബീനുവിൻ്റെ ബോള് ആ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ആ ബൂഢി ഔറത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് ആരോ തെറിപ്പിച്ചു അല്ലേ? അപ്പോൾ ബോള് ആ വീടിൻ്റെ ഉള്ളിലേക്കാണ് തെറിച്ച് വീണത്. അതെടുക്കാൻ വേണ്ടിയാണ് ബീനു അവിടത്തേക്ക് ഓടുന്നത്. झोंपड़ी में चली गई थी. बीनू 10 वर्ष का लड़का था. ബീനു എന്ന് പറയുന്നത് 10 വയസ്സുള്ള ഒരു ബോയാണ്. ഓക്കെ, ബീനു 10 വർഷ കാ ലഡ്കാ ഥാ. ബീനു 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. വഹ് അപ്നെ മാതാപിതാ കി ഇക്ലൗത്തി സന്താന ഥാ. അവൻ തൻ്റെ അച്ഛനമ്മമാരുടെ ഒരേ ഒരു സന്താനമാണ്. ഒറ്റ ഒരു മകനാണ് ബീനു. അച്ഛനും അമ്മക്കും കൂടിയുള്ള ഒരേ ഒരു മകൻ. ഓക്കെ, ഇക്കലൗത്ത എന്ന് പറഞ്ഞാൽ ഏകമാത്ര, വൺ ആൻഡ് ഓൺലി, അതാണ് ഇക്കലൗത്ത. ഇക്കലൗത്തി സന്താന ഥ, ഒരേ ഒരു മകനാണ് ബീനു. അക്സർ ഖിലൗനെ ബീനു ഹി ലാത്ത. മിക്കവാറും കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കളിക്കാനുള്ള ബോളും മറ്റുള്ള കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ബീനുവാണ് കൊണ്ടുവരിക. എന്നിട്ട് അത് വെച്ച് മറ്റുള്ളവരെല്ലാവരും കളിക്കും. ബീനു ഹി ലാത്താഥ. ബീനുവാണ് കളിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. സാരേ ബच्चे ഉസേ झोंपड़ी के भीतर जाने से और सारे बच्चे साथ में खेलते. അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ അവൻ്റെ കൂടെ കളിക്കാൻ കൂടും. അവൻ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും, മറ്റുള്ള കുട്ടികൾ അവൻ്റെ കൂടെ കളിക്കാറാണ് പതിവ്. बीनू डांड खाने के भय से हिम्मत जुटाकर झोंपड़ी की ओर बढ़ रहा था. അപ്പോൾ അന്നും അവനാണ് ബോൾ കൊണ്ടുവന്നത്. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ബോൾ അടിച്ചപ്പോൾ തെറിച്ച് കുടിലിനുള്ളിലേക്ക് പോയി. അപ്പോൾ അവൻ തൻ്റെ ധൈര്യം സംഭരിച്ചും കൊണ്ട് ആ ബോൾ എടുക്കാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് പിന്നിൽ നിന്നും കുട്ടികൾ വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത്? അവനറിയാം അവിടെ ഒരു ബൂഢി താമസിക്കുന്നുണ്ടെന്ന് അവനും കഥ കേട്ടിട്ടുണ്ട്. പക്ഷേ അവന് അവൻ്റെ ബോൾ വേണം നിർബന്ധമായും. അതുകൊണ്ടാണ് അവൻ ധൈര്യം സംഭരിച്ചും കൊണ്ട് ആ കുടിലിലേക്ക് പോവാൻ ശ്രമിക്കുന്നത്. बीनू डांड खाने के भय से हिम्मत जुटाकर झोंपड़ी की ओर बढ़ रहा था. അവൻ എന്തുകൊണ്ടാണ് ബോൾ എടുക്കാൻ നിർബന്ധിതനാവുന്നത്? വീട്ടിലെത്തിയാൽ ബോൾ കളഞ്ഞത് അമ്മ വഴക്ക് പറയും അല്ലേ? ബോൾ കളഞ്ഞാൽ അമ്മ വഴക്ക് പറയും. അതുകൊണ്ട് ആ ബോൾ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. അമ്മയുടെ അടുത്തുനിന്ന് വഴക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അത്രയും ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ കുടിലിലേക്ക് പോവാൻ നിർബന്ധിതനായത്. സാരെ ബच्चे ഉസേ झोंपड़ी के भीतर जाने से मना कर रहे थे. കുട്ടികളെല്ലാവരും അവനെ ഉള്ളിലേക്ക് പോകുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ടോ കിന്തു ബീനു കോ കിസി ഭി ഹാലത് മേ വോ ബോൾ ചാഹിയേ താ. പക്ഷേ ബീനുവിന് ഏതവസ്ഥയിലായാലും ആ ബോൾ അത്യാവശ്യമായിട്ട് അവന് വേണം. നിർബന്ധമായിരുന്നു അവന് ആ ബോൾ വേണം എന്നുള്ളത്. കാരണം അവന് വീട്ടിലെത്തിയാൽ അവൻ്റെ അമ്മയുടെ വഴക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചാഹിയേ താ. എന്നിട്ടോ അത്തഹ ഉസ്നെ झोंपड़ी के भीतर प्रवेश किया. അങ്ങനെ അവൻ എന്ത് ചെയ്തു? झोंपड़ीയുടെ ഉള്ളിൽ പ്രവേശിച്ചു. ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഭീതർ झोंपड़ी में एक पुरानी चारपाई पड़ी हुई थी. അപ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്താണ്? ഉള്ളിലൊരു ആ കുടിലിൻ്റെ ഉള്ളിൽ കയറിയതും അവിടെ ഒരു പുരാനി ഭീതർ झोंपड़ी में एक पुरानी चारपाई എന്ന് പറഞ്ഞാൽ കട്ടിലാണ്, കോട്ട്. ഒരു പഴയ കട്ടിൽ കിടപ്പുണ്ടായിരുന്നു ആ കുടിലിൻ്റെ ഉള്ളിൽ. പിന്നെയോ ഉസ് പർ ഫട്ടി ഹുയി ഏക്ക് ഗുദടി ബിച്ചി ഹുയി ഥി. അതിൻ്റെ മേലെ, ആ കട്ടിലിൻ്റെ മേലെ ഒരു ഫട്ടി ഹുയി, ഫട്ടിന എന്ന് പറഞ്ഞാൽ ടോണാണ്, കീറിയ എന്ന് പറയും. ഓക്കെ, പഴയതും കീറിയതുമായ ഒരു വിരിപ്പ്. ഗുദടി പഠിച്ചിട്ടുണ്ടല്ലോ മക്കൾ. ഗുദടി എന്ന് വെച്ചാൽ എന്താ? ഗുദട് സായി. അപ്പോൾ ആ ഗുദടി എന്ന് പറഞ്ഞാൽ ടോൺ മാട്രസ് ആണ്. കീറിപ്പറിഞ്ഞ ഒരു പഴകിയ ഒരു വിരി. ഓക്കെ, ഒരു മാട്രസ്
അവിടെ വിരിച്ചിട്ടുണ്ട് ആ കട്ടിലിൻ്റെ മുകളിൽ. ബൂഢി അമ്മ ആഖേ മൂന്ദ് കർ ഉസ് പർ ലേട്ടി ഹുയി തി. ആ വയസ്സായ സ്ത്രീ, കുട്ടികളൊക്കെ പേടിച്ച് ആ കുടിലിലോട്ട് പോകാൻ ഭയപ്പെടുന്ന ആ കുടിലിലുള്ള വയസ്സായ സ്ത്രീ ഉണ്ടല്ലോ, ആ അമ്മ, അവർ ആ കട്ടിലിൻ്റെ മേലെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ബൂഢി അമ്മ ആഖേ മൂന്ദ് കർ, ആഖേ മൂന്തിന എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസിങ് ഐസ് അല്ലേ, കണ്ണുകളൊക്കെ അടച്ചിട്ട്, വിത്ത് ക്ലോസ്ഡ് ഐസ്. അമ്മ ആഖേ മൂന്ദ് കർ ഉസ് പർ ലേട്ടി ഹുയി തി. ഷി വാസ് ലേയിങ് ഡൗൺ അല്ലേ, ആ കട്ടിലിൽ ആ അമ്മ കണ്ണൊക്കെ അടച്ച് കിടക്കുന്നതാണ് കാണുന്നത്. आहट हुई तो आंखें खोलकर देखी तो सामने बीनू खड़ा था. അങ്ങനെ പെട്ടെന്ന് കുട്ടിയുടെ ശബ്ദം, കാൽ പെരുമാറ്റം കേട്ടപ്പോൾ അവർ ആ കണ്ണടച്ച് കിടന്ന ആ സ്ത്രീ പെട്ടെന്ന് കണ്ണു തുറന്നു. ആഖേ മൂന്ദ് കർ ഉസ് പർ ലേട്ടി ഹുയി തി. ആഹഡ് ഹുയി, ആഹഡ് എന്ന് പറഞ്ഞാൽ വോയിസ് ആണ്, നോയ്സ്, ശബ്ദം. ആഹഡ് ഹുയി തോ ആഖേ ഖോൽക്കർ ദേഖി, കണ്ണു തുറന്ന് നോക്കി. तो सामने बीनू खड़ा था. അപ്പോഴാണ് മുന്നിൽ ബീനുവിനെ കണ്ടത്. बूढ़ी अम्मा के दोनों आँखों की कोरों से अश्रु प्रवाहित हो रहे थे. അപ്പോഴാണ് കാണുന്നത് ആ വയസ്സായ സ്ത്രീയുടെ കണ്ണിൻ്റെ കോണിലൂടെ, കണ്ണിൻ്റെ സൈഡിലൂടെ കണ്ണുനീര് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. കാരണം അവർ ആരും ആശ്രയമില്ലാത്ത ഒരു സ്ത്രീയാണ്, വയസ്സായ സ്ത്രീയാണ്, അസുഖമായി കിടപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ കൊടുക്കാനുള്ള ആരുമില്ല. അതുകൊണ്ടായിരിക്കാം അവർ സങ്കടം കൊണ്ട് കരയുന്ന ഒരവസ്ഥയായിരുന്നു ബീന് കാണുമ്പോൾ. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ഉസ്നെ ഏക്ക് ചാദർ ഓഠ് രഖി തി. അവരൊരു പുതപ്പ് പൊതിച്ചിട്ടുണ്ട്. ഓക്കെ, ചാദർ ഓഠ് രഖി തി. ഓഠ്ന മീൻസ്, ഓഠ്ന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓഠ്നി എന്ന് പറഞ്ഞാൽ ലിഡാണ്, മൂടി എന്ന് പറയും, ഇവിടെ പുതക്കുക. ഓക്കെ, ചാദർ ഓഠ് രഖി തി, ഒരു ബ്ലാങ്കറ്റ്, ചാദർ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ്, ഒരു ബ്ലാങ്കറ്റ് പൊതിച്ചിട്ടുണ്ട്. ചാദർ കി അവസ്ഥ ലഗ്ഭഗ് ജർജർ ഹോ ചുക്കി തി. എന്നാൽ ആ വിരിപ്പിൻ്റെ അവസ്ഥയാണെങ്കിൽ പുതപ്പ് വിരിപ്പിനെക്കാളും അബദ്ധമാണ് പുതപ്പിൻ്റെ അവസ്ഥ. ജർജർ എന്ന് പറഞ്ഞാൽ അത് പഴകി കീറിപ്പറിഞ്ഞ് ഉപയോഗശൂന്യമായ രീതിയിലുള്ള ഒരു വിരിപ്പാണ് അവർ പൊതിച്ചിരിക്കുന്നത്, ഒരു ബ്ലാങ്കറ്റാണ് അവർ പൊതിച്ചിരിക്കുന്നത്. അത്രയും കീറിപ്പറിഞ്ഞ ദയനീയ അവസ്ഥയിലുള്ള ഒരു ബെഡ്ഷീറ്റാണ് അവർ പൊതിച്ചിരിക്കുന്നത്. ഓക്കെ.